ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗസന്ദർശനം വലിയ പുണ്യമുള്ള ഇബാദത്താണ്. സ്വഹീഹായ ഹദീസുകളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. രോഗസന്ദർശനം നമ്മൾ വളരെ ചെറുതായി കാണും. എത്രത്തോളം പറയുകയാണെങ്കിൽ തലവേദന, പല്ലുവേദന, റസൂലുള്ളാഹി തങ്ങൾ ചെങ്കണ്ണ് രോഗികളൊക്കെ സന്ദർശിക്കാൻ പോകും. നമ്മൾ വളരെ ചെറുതായിട്ട് കാണല്ലേ, നമ്മൾ വലിയ അസുഖമായി കിടക്കുമ്പോഴൊക്കെ നമ്മൾ ബോൾ മരിച്ചാനാവുമ്പോൾ പോകുമ്പോൾ നല്ല നെയ്യത്ത് വേണം. എന്താ നെയ്യത്ത്? പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തല്ലേ, നെയ്യത്തുണ്ടാകുമ്പോഴാണല്ലോ പ്രതിഫലം കിട്ടുക. അപ്പോൾ ആ നിലയ്ക്ക് ഈ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ച് നല്ല ഉഷാറായിട്ട് ആ നല്ല ഉദ്ദേശത്തിൽ പോകുന്ന നെയ്യത്ത് നമുക്ക് മനസ്സിൽ വേണം. അപ്പോഴേ എന്താവുള്ളൂ, അതിൻ്റെ കൂലി കിട്ടുള്ളൂ. കേൾക്കി. عن علي رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ടു. ആരാ പറഞ്ഞേ? മരുവന്. ഞാൻ അമ്മോശം കാക്കാനെ കേട്ടു. അമ്മോശം മൂല്യരായി കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. കുറേ നേട്ടങ്ങളുണ്ടായില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഇൽമിൻ്റെ അഹ്ലുകാരുമായി നമുക്ക് നല്ല ബന്ധം വേണം. കുറേ നേട്ടങ്ങൾ ഉണ്ടാവുണ്ടായില്ല. യഖുൽ, ഹബീബ് പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവതൻ ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയ. മാഷാ അല്ലാഹ്. പ്രഭാത സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ്റെ രോഗം സന്ദർശിച്ചാൽ എന്താ ഉണ്ടാകുക? സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയ. വൈകുന്നേരം വരെ ഇവന് വേണ്ടി 70,000 മലക്കുകൾ സ്വലാത്തു ചൊല്ലും. മാഷാ അല്ലാഹ്, എത്ര കൂലിയ! സ്വലാത്തല്ലേ പറഞ്ഞാൽ ഐ ദഅ വസ്തഗ്ഫറ ലഹു. ഇപ്പം ഞാൻ സന്ദർശിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ദ്വാരക്കും, റബ്ബേ ആ വ്യക്തിൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുക എന്ന് 70,000 മലക്കുകൾ ദ്വാരക്കും. ഇത് പോരെ, നമുക്ക് വലിയ കിട്ടലല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോവുക ഒക്കെ ഇസ്ലാമികമാവട്ടെ സന്ദർശനങ്ങളൊക്കെ. അതിൻ്റെ അർത്ഥം നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും കാണാൻ പറ്റുന്ന പെണ്ണുങ്ങൾ, കാണാൻ പറ്റാത്ത പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അസുഖമായി കഴിഞ്ഞാൽ ഓലെ പോയി ഇങ്ങനെ കാണുക, എന്തൊക്കെയാണ് ഈ സുഖം തന്നെയല്ലേ? അത് വേണ്ട. അവിടെ പോവുക, എന്നിട്ടോ അവിടുത്തെ മക്കളോട് ചോദിക്കുക, എന്താ അമ്മാൻ്റെ പുറത്ത് സുഖമല്ലേ, മക് ഹിദ്മത്തൊക്കെ ചെയ്തു കൊടുക്കണ്ടോ, എന്തെങ്കിലും കമ്മിയുണ്ടോ, മരുന്നൊക്കെ അല്ലേ? അതല്ലാതെ കാണാൻ പറ്റാത്ത പോലെ പോയിട്ട് അവിടെ പോയി നിങ്ങൾ നോക്കിയിട്ട് എന്താണ് സന്ദർശിക്കണ്ട. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യം കുടുംബബന്ധം ചേർക്കുകയാണെങ്കിലും സിയാറത്താണെങ്കിലും എന്താണെങ്കിലും ഒക്കെ രോഗസന്ദർശനമാണെങ്കിലും ഒക്കെ ഇസ്ലാമികമാവണം. അല്ലാത്ത എന്താണോ ഒരു കാര്യം. അപ്പം എന്തേ പറഞ്ഞു? നമ്മൾ 70,000 മലക്കുകൾ രോഗം പ്രഭാതത്തിൽ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ ഓന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. എത്ര കൂലിയ! നമ്മൾ ചിലവർ പോവും, എന്താ പറയുക, ഞമ്മക്ക് സുഖമില്ലാത്തന്ന് ഓള് നമ്മളെ കാണാൻ വന്നിരുന്നു എങ്കിൽ അവനെ നമ്മളെ കാണാം, അതുകൊണ്ട് നമ്മൾ പോവുക. അപ്പം അതിന് കൂലിയില്ല. ഹദീസിൽ പറഞ്ഞ കൂലികളൊക്കെ ആഗ്രഹിച്ച് പോകുമ്പോഴാണ് ഈ കൂലി കിട്ടുക. നല്ല ഉദ്ദേശമാവണം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. വൈൻ ആദഹു അശിയത്തൻ, ഇനി വൈകുന്നേരം സന്ദർശിക്കാൻ പോയി, എന്നാലോ ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹ. എന്താ
ഓൻ്റെ മേൽ 70,000 മലക്കുകൾ പ്രഭാതം വരെ ദ്വാരക്കും ഇസ്തിഗ്ഫാറും നടത്തും. മാഷാ അല്ലാഹ്. ഇപ്പം മാമിനുസ്ലിമിൻ ഒരു മുസ്ലിമും ഇല്ല. യഊദു അവൻ സന്ദർശിക്കും, മുസ്ലിമൻ ഒരു മുസ്ലിമായ രോഗിയെ, അങ്ങനത്തെ ഒരു മുസ്ലിമും ഇല്ല. എപ്പോൾ സന്ദർശിക്കും? ഉദുവത്തൻ പ്രഭാതത്തിൽ. ഇല്ലാ സ്വല്ല അലൈഹി, എന്തായിട്ടല്ലാതെ ഇല്ല, അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല. സ്വലാത്തന്ന ഐദഅ, പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഇല്ല. 70,000 മലക്കിൻ, 70,000 മലക്കുകൾ. ഏതുവരെ? വൈകുന്നേരം വരെ. അതേമായി വൈകുന്നേരം സന്ദർശിച്ചാൽ പ്രഭാതം വരെ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. വഖാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് അടിപൊളിയൊരു ഒന്ന് സ്വർഗാണ്, സ്വർഗത്തിലെ തോട്ടം അല്ലാഹു നൽകും ചെയ്യും. എത്ര കൂലിയാ ഞങ്ങൾക്ക് കിട്ടുന്നത്! എന്തിനാണ് നമ്മൾ ഈ ഇതൊക്കെ ഒഴിവാക്കുന്നത്? പക്ഷെ ഇതൊക്കെ ഫിഖ്ഹിൽ നല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്നും രാവിലെയും പോവുക വൈകുന്നേരം പോകുന്നല്ല, ഇടവിട്ട് പോയാൽ മതി. പിന്നെ ഉണ്ട്, നമ്മൾ ചെന്നാൽ നമ്മളെ കൊണ്ട് ബറക്കത്തെടുക്കും ആ രോഗി. നല്ലൊരു ആലിമാണ്, നല്ലൊരു അഹ്ലുൽ ബൈത്താണ്, അല്ലെങ്കിൽ മൂപ്പർക്ക് നല്ല സമാധാനം കിട്ടും, ഒരു ടൈം പാസ് കിട്ടും. നമ്മൾ ചെന്നാൽ ഒരു സമാധാനം കിട്ടും. അപ്പം എപ്പോഴും പോവാം. അല്ലെങ്കിൽ നമ്മൾ ഉറ്റ ആളാണ്, ഉമ്മയും ബാപ്പയൊക്കെയാണ്, അപ്പം എപ്പോഴും അവിടെ വേണം. ഇതൊന്നും ഇല്ലാത്ത ഈ നിബന്ധനകളും ഇല്ലെങ്കിൽ ഇടവിട്ട് പോയാൽ മതി. പോയാൽ തന്നെ പിന്നെ അവിടെ ഇങ്ങനെ മുട്ടിട്ട് ഇരിക്കരുത്. പോവുക, വിശേഷങ്ങൾ അന്വേഷിക്കുക, ദ്വാരക്കാൻ പറ്റിയ സാഹചര്യം ദ്വാരക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ദ്വാരക്കുക, എന്നിട്ട് പോരുക. മറ്റൊരു ഹദീസുണ്ട്, വഅൻ സയ്യിദ് ബിൻ അർഖമ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, മൂപ്പര് പറയണേ, ആദനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അള്ളാഹിൻ്റെ ഹബീബ് രോഗസന്ദർശനം നടത്തി. എന്താ അറിയോ? വലിയ അസുഖമൊന്നുമില്ല. മിൻ വജഇൻ കാന ബിഐനയ്യ, എൻ്റെ 2 കണ്ണിലുള്ള വേദന കാരണമായിട്ട്. ഐ മിൻ റമദിൻ, ചെങ്കണ്ണ് രോഗം എനിക്കുണ്ടായിന്. റസൂലുള്ളാഹി തങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു. മാഷാ അല്ലാഹ്. അഹ്മദ് എന്നവർ, അബൂദാവൂദ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആദ്യം പറഞ്ഞത് തുർമുദി ഇമാമും അബൂദാവൂദും. മാഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.